ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജെനുവിനായിട്ടുള്ളൊരു പേഴ്സണുമാണ്. ഒന്ന് റിപ്പീറ്റേഷൻ പറഞ്ഞ കാര്യം തന്നെ പുള്ളിക്ക് സമാധാനം വരുന്നത് വരെ, അല്ലെങ്കിൽ പുള്ളി എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളി എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ ടൈം വരെയും പുള്ളി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പുള്ളിക്കാരൻ അങ്ങനെ മറ്റുള്ളവരെ ട്രിഗർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കോമണറെ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ സ്പേസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കളിക്കുക, ഗെയിം കളിക്കുക, നല്ലതായിട്ട് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ചേച്ചി, ഇത്തവണ നമ്മള് ബിഗ് ബോസിലൊരു കോമണർ എത്തിയിട്ടുണ്ടല്ലോ ചേച്ചി, അനീഷ്. എല്ലാവർക്കും ഒരു അപമാനമായിട്ടെന്ന് വേണം എനിക്ക് തോന്നുന്നത്. കാരണം കാരണം പുള്ളി ഒരു ഡിസ്റ്റർബൻസ് ആണ്. എന്ത് പറഞ്ഞാലും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് തുടക്കത്തിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്പോഴങ്ങനെയല്ല ഒരു ഫീല് തോന്നുന്നേ. ബിഗ് ബോസിൽ ഏറ്റവും ജെനുവിനായിട്ടൊരു പേഴ്സൺ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ചേച്ചി പറയുന്നത്. എനിക്ക് ഈ ബിഗ് ബോസിൽ കുറച്ച്, ഞാൻ പൂർണ്ണമായിട്ട് എല്ലാ എപ്പിസോഡും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അത് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജെനുവിനായിട്ടുള്ളൊരു പേഴ്സണുമാണ്. അതിലുപരി കോമണേഴ്സ് വന്നിട്ടുണ്ടല്ലോ. നമുക്കിപ്പം 5ാമത്തെ സീസണ് മുതലാണ് കോമണേഴ്സ് വരാൻ തുടങ്ങിയത്. 5ാമത് ഗോപിക വന്നു. കഴിഞ്ഞ 6ാമത്തെ സീസണിൽ 2 പേരെ അവർ കൊണ്ടുവന്നു. നമ്മൾ റെനീഷേനെയും അതുപോലെ വേറൊരു പുള്ളിക്കാരിനെയും കൊണ്ടുവന്നു. പക്ഷെ ഈ കോമണേഴ്സിനെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് കോമണർ എന്ന് പറയുന്നത് നമ്മൾ ഈ സീസൺ 7 കൊണ്ടുവന്ന അനീഷ് തന്നെയാണ്. എന്തായാലും അതുല്യ. കാരണം വ്യക്തിപരമായിട്ട് ചില സമയങ്ങളിൽ പുള്ളി കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഒരു അല്പമെങ്കിലും മനസാക്ഷി കാണിക്കുന്നത്, അതായത് ആരെങ്കിലും കരയുക അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ പുള്ളി, അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല ആ ക്യാരക്ടറിനെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇറിറ്റേറ്റ്, നമ്മൾ സ്വന്തം വീട്ടിലാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും നമ്മളത് വെറുത്ത് പോകും എന്നുള്ളതാണ്. ഒന്ന് റിപ്പീറ്റേഷൻ പറഞ്ഞ കാര്യം തന്നെ പുള്ളിക്ക് സമാധാനം വരുന്നത് വരെ, അല്ലെങ്കിൽ പുള്ളി എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളി എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ ടൈം വരെയും പുള്ളി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ ലൈവിൽ എന്നെ ഇന്ന് രാവിലെ കാണാനിടയായ ഒരു സംഭവമാണ്. പുള്ളി പറയുന്നത്, നെവിനല്ലേ ഇപ്പോഴത്തെ ക്യാപ്റ്റനോട് പറയുന്നു, ഏറ്റവും നല്ല ക്യാപ്റ്റൻ ഈ സീസണിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ക്യാപ്റ്റൻ അനീഷാണ്. അത് സ്വന്തമായിട്ട് പുകഴ്ത്തണം. ഞാനാണ് നല്ല ക്യാപ്റ്റൻ, നീ സ്ഥാനം ഒഴിഞ്ഞു പോ, എന്നിട്ട് എന്നെ ഏൽപ്പിക്കും, ഞാൻ നോക്കിക്കോളാം, എന്നെ പോലെ ഈ വീട് വരെ. അത് സ്വന്തമായിട്ട് നമ്മൾ ഇപ്പോൾ എന്നെ കുറിച്ചാണെങ്കിലും അതുല്യ നല്ലത് പറയണത് എന്നും ബെറ്റർ ഞാൻ പറയുന്നതാണ് അല്ലേ. ഇത് അങ്ങനെയല്ല, സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഉളുപ്പില്ല എന്നുള്ളത്. എനിക്കത് കേട്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞ ചേച്ചി, ഇപ്പൊ ഫസ്റ്റ് ബിഗ് ബോസിൽ ആദ്യമേ എൻട്രി ആയിട്ടുള്ളത് കോമണർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റനും ആക്കിയത് അനീഷിനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ പ്രകടനം. അപ്പൊ എനിക്കും ആദ്യം കണ്ടപ്പം അയ്യോ ഇത് ഭയങ്കര അലമ്പാണല്ലോ, കൊള്ളത്തില്ലല്ലോ. ചേച്ചിയുടെ ഒരു സെയിം ഒപ്പീനിയൻ തന്നെയാണ് തോന്നിയത്. പക്ഷെ എനിക്ക് അതിന്റെ മറുസൈഡ് ചിന്തിച്ചപ്പോൾ തോന്നിയെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരൻ അങ്ങനെ മറ്റുള്ളവരെ ട്രിഗർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കോമണറെ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോ ഒരു പോപ്പുലാരിറ്റി അങ്ങനെയല്ലേ ചേച്ചി, പോപ്പുലാരിറ്റി ഉള്ള ഇപ്പം ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, അവർക്ക് ഓൾറെഡി പുറത്ത് നല്ലൊരു ഫെയിം ഉണ്ട്. അപ്പൊ അവര് ഗെയിം എങ്ങനെയായിരിക്കും അങ്ങനെയല്ലേ ചേച്ചി. ഇപ്പൊ ബാക്കിയുള്ളവരുടെ വെച്ചുള്ള ഒരു പോപ്പുലാരിറ്റി നോക്കുമ്പോ അനീഷിന് കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ബാക്കി എല്ലാവരുടെയും കളി കാണാൻ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. കാരണം കുറച്ചു പേർക്ക് ഓൾറെഡി ആർമി ഗ്രൂപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കളി കാണാൻ കുറച്ച് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അനീഷിനെ പേഴ്സണലി ആയിരുന്നോട്ടെ, അല്ലാതെ പുള്ളിക്കാരന്റെ പേര് കേൾക്കാത്ത വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ അനീഷ് ഫസ്റ്റ് ഡേ തൊട്ട് അവിടെ ഒരു ഗെയിം കളിച്ചില്ലായിരുന്നു പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. കാരണം 2 വീക്സ് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ആദ്യം ഉണ്ടാക്കിയ ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് വഴക്ക് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഹൈപ്പോടെ കളിച്ച ഒരു ഗെയിം ഇപ്പൊ ഇല്ല. ആ സമയത്താണ് സത്യം കണ്ടായിരുന്നോ എന്താ ചേച്ചി ഇന്നലത്തെ ബിഗ് ബോസ് കാണുമായിരുന്നു. പുള്ളി ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഒരു സിംഗിൾ സീറ്റ് അതിലേ ഇരിക്കത്തുള്ളൂ. ഇന്നലെ നിർബന്ധമായിട്ടും നൂറയും അതിലേ ഉണ്ടല്ലോ, രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഫസ്റ്റ് ഏറ്റവും ഇവിടെ ഒരാളിരുന്നു. അയാൾ ഒരു കാരണവശാലും ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു, സീറ്റിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ബിഗ് ബോസ് 2-3 തവണ വാർണിംഗ് കൊടുത്ത്, അനീഷ് പോയിരിക്കും, ഇവിടെ ആരൊക്കെ അങ്ങനെ സെപ്പറേറ്റ് സ്ഥലം ഇല്ല
ഇല്ല എന്ന് പറഞ്ഞൊരു 3-4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് പോയിരുന്നത്. അതെന്താ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ സ്പേസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കളിക്കുക, ഗെയിം കളിക്കുക, നല്ലതായിട്ട് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. പിന്നെ വലിയൊരു ബെസ്റ്റ് ഗെയിമറാണ് അനീഷ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നല്ലൊരു ബെസ്റ്റ് ഗെയിമർ ആണെന്നല്ല, പക്ഷേ പുള്ളിക്കാരനെ പലരെയും വെച്ച് നോക്കുമ്പോൾ ഗെയിം കളിക്കേണ്ട സമയത്ത് പുള്ളിക്കാരൻ ഗെയിം കളിക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? വെളുപ്പിനെ വരെയുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും പറയുന്നുണ്ട്. പുള്ളി ഒരു പ്രാവശ്യം പോലും അത് ചെയ്യാൻ ശ്രമിച്ചില്ല, ചെന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം കൊണ്ട് ഒരു കാര്യം പറയാം, ഇത്രയും സീസണിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മോശം, അവനല്ല, ഏറ്റവും മോശം കളിക്കാരും അല്ലെങ്കിൽ ഒരു ടീമായിട്ട് വന്നത് ഈ സീസൺ 7 തന്നെയാണ്. കാരണം ഒരു അനുസരണ പറയുന്നുണ്ട് വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ്. മേ ബി ഇപ്പം വന്നിരിക്കുന്ന 5 വൈൽഡ് കാർഡ്സ് എങ്കിലും നല്ല രീതിയിൽ കളിക്കട്ടെ എന്നൊരു പ്രതീക്ഷയാണ്. അവള് കുഴപ്പമില്ല, അവൾ എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട്. അവള് ഈ പറയുന്ന നമ്മളെ ക്യാമറ എന്തോ ബിഗ് ബോസിന്റെ ഉള്ളിലെ വേറൊരു ക്യാമറ എന്ന് പറഞ്ഞ രേണുവിനും കൂടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ എന്ത് പറഞ്ഞിരുന്നാലും ഇത്തവണത്തെ സീസൺ 7 മത്സരാർത്ഥികൾ ഒന്നും തന്നെ വലിയ മികവിറ്റതോ അല്ലെങ്കിൽ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ 5 പേരും കൂടെ വന്നതിന് ശേഷം വീണ്ടും ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊന്ന് അനീഷിന്റെ ഇതിൽ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നല്ലൊരു ഗെയിമർ എല്ലാം ആയിരിക്കണമെന്നില്ല, പക്ഷെ എവിടെയൊക്കെ ഒരു മനസാക്ഷിയുള്ള ഒരു പുള്ളിക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ അനുമോളുടെ കൂടെ ജയിലിൽ കിടന്ന സമയത്ത് എപ്പോഴും നമുക്കറിയാം അനിമോൾ എപ്പോഴും കരയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അനീഷ് അവിടെ പറഞ്ഞൊരു വാചകമാണ്, നീ എന്തിനാ എപ്പോഴും കരയുന്നത്, കണ്ണീര് വിലയുള്ളതാണ്. അത് മാത്രമല്ല അവളുടെ സൈഡ് കേൾക്കാനും അവളുടെ പാവക്കുട്ടീനെ ബാക്കി എല്ലാവരും കൂടെ കെട്ടിത്തൂക്കി സമയത്ത് എടുത്തു കൊടുക്കാൻ പോകുന്ന അനീഷാണ്. അത് മാത്രമല്ല ഞാൻ അവൻ ഗെയിം കളിക്കേണ്ട സമയത്ത് കളിക്കുന്നുണ്ട്, അല്ലാത്ത സമയത്ത് അവൻ ചിലവർത്തെങ്കിലും നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് തോന്നി എനിക്ക്. ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഹാളിന് എത്ര സ്ക്വയർ ഫീറ്റ് മീൻസ് എത്ര വീതിയുണ്ട്, എത്ര നീളമുണ്ട്, അല്ലെങ്കിൽ എത്ര അടിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിന് അറിയായിരിക്കും. കാരണം നമ്മൾ ചില സമയത്ത് നോക്കി കഴിയുമ്പോൾ നടക്കുന്നുണ്ട്. അവൻ പറയുന്നത് അത് തന്നെയാണുള്ളത്. കാരണം ഞാൻ മറ്റൊന്ന് പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം ഷാനവാസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇപ്രാവശ്യമുണ്ട്. പുള്ളിക്കാരനും അനീഷും ഗെയിമൊക്കെ വരുന്ന സമയത്ത് അടി എന്ന് പറഞ്ഞാൽ വന്നടിയാണ്, കഴുതയും. പക്ഷെ മറ്റു സമയത്ത് നമ്മളെല്ലാം നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പോലെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സംസാരിക്കുന്നതിനൊക്കെ ഒരു നിലപാടുണ്ട്, അനാവശ്യ കാര്യങ്ങൾക്കൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ ആ ഒരു കണ്ണീര് ഇടയ്ക്ക് ഒരു വിഷമം വന്ന് പുള്ളിക്കാരൻ അത് കണ്ടപ്പോൾ നമുക്കൊരു, എനിക്കിപ്പോൾ ഷാനവാസ് ആണെങ്കിലും ഏതാണെങ്കിലും നല്ലൊരു മത്സരാർത്ഥി, അതായത് കഴിവുള്ള ഒരാൾ ജയിക്കുക. പക്ഷെ ഇതിൽ അത്രയും കഴിവ് വെച്ച് നോക്കുമ്പോൾ 1-2 പേരേ ഉള്ളൂ. ചേച്ചി പറഞ്ഞ പോലെ 1-2 പേരേ ഉള്ളൂ. പക്ഷെ ചിലർ നല്ല ഗെയിമേഴ്സ് ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അവരുടെ കളികൾ നല്ല രീതിയിൽ തന്നെ ഇനി പുറത്തിറക്കി കഴിഞ്ഞാൽ മേ ബി ചിലപ്പം അവരിനിയും ടോപ്പ് 5 വരെ 30 ദിവസം ആയില്ലേ. അപ്പൊ ഇനിയെങ്കിലും കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് കളിച്ചാൽ ഒരു പക്ഷേ പഴയ 6 സീസണിനെ അപേക്ഷിച്ച് എന്താ പറയാ കുറച്ചെങ്കിലും ബെറ്റർ. ഒരു 6 സീസണിനെ വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും അല്ല, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കളിച്ചു. അനീഷിന്റെ കാര്യത്തിലും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പുള്ളിക്കാര് ഗെയിമറൊക്കെയാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, പലരെയും വെച്ച് നോക്കുമ്പോൾ മോശം വാക്കുകളൊന്നും പറയുന്നില്ല. പുള്ളിക്കാരനൊരു നിലവാരമുണ്ട്, ആ നിലവാരത്തിൽ തന്നെയാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത്. അതുപോലെ ഗെയിമിലും ആ ഒരു ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മേ ബി ടോപ്പ് 5 ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു പുള്ളിക്കാരനാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതെ.